ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ICC വനിതാ ഏകദിന ലോകകപ്പ് കിരീടം ചരിത്രത്തിൽ ആദ്യമായി സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഒരു സുവർണ അധ്യായമാണ് കുറിച്ചിരിക്കുന്നത്. മുംബൈയിലെ സ്റ്റേഡിയത്തിൽ നടന്ന കലാശപ്പോരിൽ 52 റൺസിന്റെ ആധികാരിക വിജയത്തോടെയാണ് ഹർമൻപ്രീത് കൗറും സംഘവും അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. ഈ വിജയം കേവലം ഒരു കിരീട നേട്ടത്തിനപ്പുറം വനിതാ ക്രിക്കറ്റിൽ ഒരു ആധിപത്യ യുഗത്തിന് തുടക്കമിടാനുള്ള ഇന്ത്യൻ ടീമിന്റെ നിശ്ചയദാർഢ്യം കൂടിയാണ് അടയാളപ്പെടുത്തുന്നത്. ഈ വിജയത്തിന്റെ പ്രാധാന്യം, അതിലേക്കുള്ള ടീമിന്റെ യാത്ര, ക്യാപ്റ്റന്റെ കാഴ്ചപ്പാട്, പ്രകടനത്തിലെ നിർണായകമായ ഘടകങ്ങൾ എന്നിവ നിർണായകമാണ്. നേരത്തെ 2 തവണ, അതായത് 2005-ലും 2017-ലും ലോകകപ്പ് ഫൈനലിൽ എത്തിയിട്ടും തോൽവി വഴങ്ങേണ്ടി വന്നതിന്റെ വേദന ഈ ടീമിനുണ്ടായിരുന്നു. എന്നാൽ 3ാം ശ്രമത്തിൽ ഹർമൻപ്രീത് കൗർ തന്റെ ചരിത്രപരമായ പരിശ്രമം വിജയത്തിലെത്തിച്ചു. വിജയത്തിന് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ നടത്തിയ പ്രഖ്യാപനം ഈ ടീമിന്റെ ലക്ഷ്യം എന്തെന്ന് വ്യക്തമാക്കുന്നു. ഈ കിരീടം ഒറ്റത്തവണത്തെ നേട്ടമായിരിക്കില്ല, മറിച്ച് തുടർച്ചയായി വിജയങ്ങൾ ഒരു ശീലമാക്കുകയാണ് ടീമിന്റെ അടുത്ത പദ്ധതി. ഇതാണ് തുടക്കം. ഞങ്ങൾ തടസ്സം മറികടക്കാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത പദ്ധതി അതൊരു ശീലമാക്കുക എന്നതാണ്. ഞങ്ങൾ ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഈ വാക്കുകൾ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ വർദ്ധിച്ച ആത്മവിശ്വാസം, ക്രിക്കറ്റ് ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാനുള്ള ദൃഢനിശ്ചയമാണ് കാണിക്കുന്നത്. അടുത്ത വർഷം മറ്റൊരു ലോകകപ്പും തുടർന്ന് ചാമ്പ്യൻസ് ട്രോഫിയും ഉൾപ്പെടെ നിരവധി വലിയ ഇവന്റുകൾ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഓരോ ദിവസം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്നും പരമാവധി പ്രകടനം നൽകാൻ ശ്രമിക്കുന്നുവെന്നും കൗർ വ്യക്തമാക്കി. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ലോകകപ്പ് കിരീടം നേടുന്ന 4ാമത്തെ രാജ്യമായി ഇതോടെ ഇന്ത്യൻ വനിതാ ടീം മാറി. ഈ വിജയം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ ആഗോള നിലവാരം ഉയർത്തുന്നതിൽ സുപ്രധാനമാണ്. ഇന്ത്യയുടെ ലോകകപ്പ് യാത്ര കടുത്ത വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ തുടർച്ചയായി 3 മത്സരങ്ങളിൽ തോൽവിക്ക് വഴങ്ങേണ്ടി വന്നത് ടീമിന് വലിയ സമ്മർദ്ദമുണ്ടാക്കി. ഈ തോൽവികളിൽ നിന്ന് കരകയറിയ ടീം ന്യൂസിലൻഡിനെതിരായ വൻ വിജയം നേടിയാണ് നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത ഉറപ്പിച്ചത്. സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരും ലോക ക്രിക്കറ്റിലെ വമ്പന്മാരുമായ ഓസ്ട്രേലിയ റെക്കോർഡ് റൺസ് പിന്തുടർന്ന് പരാജയപ്പെടുത്തിയത് ടീമിന്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തി. ഈ വൈകാരിക വിജയത്തിന് ശേഷം ക്യാപ്റ്റൻ കൗറും ജെമിമ റോഡ്രിഗസും ഉൾപ്പെടെയുള്ള താരങ്ങൾ വികാരഭരിതരായിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഫൈനൽ ഇന്ത്യയുടെ വിജയം ഉറപ്പിച്ചത് കൂട്ടായ പരിശ്രമമായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 298 റൺസ് എന്ന മികച്ച സ്കോർ നേടി. പിന്നീട് ബൗളിംഗിൽ ഷഫാലി വർമ്മ നടത്തിയ അപ്രതീക്ഷിത പ്രകടനമാണ് ടീമിന്റെ വിജയത്തിന് നിർണായകമായത്. ലോറ വോൾവാർഡ്, സുനേലൂസ് തുടങ്ങിയവർ ക്രീസിൽ നിലയുറപ്പിച്ചതോടെ ദക്ഷിണാഫ്രിക്ക വിജയത്തിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടത്തിലായിരുന്നു. ഈ നിർണായക സമയത്ത് ബാറ്റിംഗ് ഓപ്പണറായ ഷഫാലിക്ക് പന്ത് നൽകാനുള്ള ഹർമൻപ്രീത് കൗറിന്റെ തീരുമാനം ഒരു ഗെയിം ചേഞ്ചറായി. ഇന്ന് അവളുടെ ദിവസമാണെന്നും അവൾ ഇന്ന് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യുമെന്നും എന്റെ ഹൃദയം പറഞ്ഞു എന്ന് കൗർ വെളിപ്പെടുത്തി. ക്യാപ്റ്റന്റെ വിശ്വാസം കാത്ത് ഷഫാലി മധ്യ ഓവറുകളിൽ 2 ഓവറിനുള്ളിൽ സുനൈലൂസിനെയും മാരിസൺ കാപ്പിനെയും പുറത്താക്കി. ഷഫാലിയുടെ ഈ ഇരട്ട വിക്കറ്റുകൾ ദക്ഷിണാഫ്രിക്കയുടെ റൺവേട്ടയ്ക്ക് തടയിടുകയും ഇന്ത്യക്ക് മത്സരം തിരിച്ചുപിടിക്കാൻ അവസരം നൽകുകയും ചെയ്തു. പരിക്കേറ്റ പ്രതിക റവലിന് പകരക്കാരിയായി ടീമിലെത്തിയ ഷഫാലി ആവശ്യമെങ്കിൽ ടീമിനായി 10 ഓവറും എറിയാൻ തനിക്ക് കഴിയുമെന്ന് പറഞ്ഞത് അവളുടെ ആത്മവിശ്വാസം വ്യക്തമാക്കുന്നു. ഈ ക്രെഡിറ്റ് പൂർണ്ണമായും ഷഫാലിക്കാണെന്ന് കൗർ പ്രശംസിച്ചു. കഴിഞ്ഞ 2 വർഷമായി തങ്ങളിൽ വിശ്വാസം അർപ്പിച്ച സപ്പോർട്ട് സ്റ്റാഫിന് ഹർമൻപ്രീത് കൗർ നന്ദി പറഞ്ഞു. ടീമിൽ വലിയ മാറ്റങ്ങൾ വരുത്താതെ താരങ്ങളിൽ സമർപ്പണബോധം വളർത്തിയെടുത്ത് ഈ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകമായിരുന്നു. ചരിത്രപരമായി ഈ നേട്ടത്തിന് ഇന്ത്യൻ വനിതാ ടീമിന് വൻ പാരിതോഷികമാണ് BCCI പ്രഖ്യാപിച്ചത്. കിരീടം നേടി ഇന്ത്യൻ ടീമിന് 51 കോടി രൂപ പാരിതോഷികമായി നൽകുമെന്ന് BCCI പ്രഖ്യാപിച്ചു. ICCയുടെ സമ്മാന തുകയായി ഏകദേശം 39.78 കോടി രൂപ കൂടി ഇന്ത്യൻ ടീമിന് ലഭിച്ചു. വനിതാ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയാണിത്. പുരുഷ വനിതാ ടീമുകൾക്ക് തുല്യവേതനം നൽകുന്നതിൽ BCCIക്ക് അനുകൂല നിലപാടുള്ളതിനാൽ വനിതാ താരങ്ങൾക്കുള്ള ഈ സമ്മാന തുകയും തുല്യമായിരിക്കും. ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം നേടിയ ഈ ഏകദിന ലോകകപ്പ് കിരീടം ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാണ്. പ്രതിസന്ധികളെ മറികടന്നുള്ള ടീമിന്റെ യാത്ര, ക്യാപ്റ്റന്റെ ദീർഘവീക്ഷണം, ഷഫാലി വർമ്മയെ പോലുള്ള താരങ്ങളുടെ നിർണായക പ്രകടനങ്ങൾ എന്നിവയെല്ലാം ഈ വിഷയത്തെ അവിസ്മരണീയമാക്കുന്നു. ഈ വിജയം ഒറ്റത്തവണത്തേതല്ല, ഒരു ആധിപത്യ യുഗത്തിന് തുടക്കമിടാനുള്ള ടീമിന്റെ ലക്ഷ്യം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ ഭാവി ശോഭനമാണെന്നും ഉറപ്പിക്കുന്നു.